കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ കണ്ട ഒരുപാട് ഭംഗിയുള്ള ഫിഫി ദ്വീപുകളിൽ നിന്ന് ഇന്ന് പോകുന്നത് ക്രാബി പ്രോവിൻസിന്റെ ക്യാപിറ്റലായ ക്രാബി ടൗണിലേക്കാണ്. ഫുക്കറ്റിന്റെയും ഫിഫി ഐലൻഡുകളുടെയും കാഴ്ചകളാണ് നമ്മൾ കഴിഞ്ഞ 2 വീഡിയോകളിൽ കണ്ടതെങ്കിൽ ഇന്ന് നമ്മൾ ക്രാബി ടൗണിലേക്ക് എത്തുന്നതും പിന്നെ ടൗണിലെ രാത്രി കാഴ്ചകളൊക്കെ കണ്ട് അടുത്ത ദിവസം നമ്മുടെ എൻറ്റയർ തായ്ലൻഡ് ട്രിപ്പിന്റെ തന്നെ ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്ന 7 ഐലൻഡ് ടൂറിന് പോയ കാഴ്ചകളും വിശേഷങ്ങളും ഒക്കെയാണ് കാണാൻ പോകുന്നത്. ഈ കാണുന്ന പാരഡൈസ് ക്രൂയിസ് ആണ് നമ്മളെ ഫിഫി ഐലൻഡിൽ നിന്ന് ക്രാബിയിലേക്ക് കൊണ്ടുപോകുന്നത്. 120 തായ് ബാട്ട് അല്ലെങ്കിൽ 300 രൂപയാണ് ഒരാൾക്കുള്ള ടിക്കറ്റ് റേറ്റ്. കൊണ്ടുവന്ന ബാഗുകളൊക്കെ സൈഡിലേക്ക് വെച്ച് നമ്മൾ നേരത്തെ ട്രാവൽ ചെയ്ത പോലത്തെ ഫെറി അല്ലാത്തത് കൊണ്ട് തന്നെ ഇവിടെ താഴെയും ഒരു സീറ്റിംഗ് ഏരിയ കാണാം. നമുക്ക് യാത്രക്കാരൊക്കെ കുറവായതുകൊണ്ട് തന്നെ നമുക്ക് ഇഷ്ടമുള്ള സീറ്റ് കണ്ടുപിടിച്ചിരിക്കാൻ പറ്റി. ഈ കാണുന്ന പുള്ളിയാണ് ബോട്ടിലെ കണ്ടക്ടർ. ക്രാബി ചെന്ന് ഇറങ്ങിയിട്ട് ഹോട്ടൽ വരെ പോകാനുള്ള ട്രാൻസ്പോർട്ടേഷൻ അറേഞ്ച് ചെയ്തത് പുള്ളിക്കാരൻ വഴിയാണ്. ഫിഫിയിലേക്ക് വന്ന ബോട്ട് പോലെ തന്നെ നമുക്ക് ബാക്ക് സൈഡിലായിട്ട് ഇതുപോലൊരു ഓപ്പൺ ഏരിയ ഉണ്ട് ഈ ബോട്ടിലും. ഇവിടെ നോക്കിയാൽ നമ്മൾ യാത്ര പറഞ്ഞു വന്ന ഫിഫി ദ്വീപുകൾ കാണാൻ സാധിക്കും. കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ ഫിഫി ഐലൻഡുകളും ക്രാബി പ്രോവിൻസിന്റെ തന്നെ ഭാഗമാണ്. തായ്ലൻഡിന്റെ മെയിൻ ലാൻഡിന്റെ ഭാഗമാണ് ഈ ക്രാബി പ്രോവിൻസ് എങ്കിലും ഇവിടുത്തെ ദ്വീപുകളുടെ എല്ലാം ഒരു കവാടമായിട്ടാണ് ക്രാബി അറിയപ്പെടുന്നത്. അതിനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തായ്ലൻഡിലെ പോപ്പുലർ ആയിട്ടുള്ള ഐലൻഡുകളെല്ലാം തന്നെ ക്രാബിൽ നിന്ന് 1-2 മണിക്കൂറിന് അടിയിൽ യാത്ര ചെയ്ത് നമുക്ക് എത്തിപ്പെടാൻ സാധിക്കും. അങ്ങനെ 150ഓളം ദ്വീപുകളാണ് ക്രാബി പ്രോവിൻസിന്റെ പരിധിയിലുള്ളത്. ഇന്ന് മഴയൊക്കെ മാറി കുറച്ചുകൂടെ തെളിഞ്ഞ ആകാശമാണ്. രാവിലെ തുടങ്ങി ഇതുവരെ മഴ പെയ്തിട്ടില്ല. ബോട്ടിൽ നമുക്ക് 1.5 മണിക്കൂർ യാത്രയാണ് പിയറിലേക്കുള്ളത്. നമ്മുടെ ബോട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ അത്യാവശ്യം ആടി വിളിഞ്ഞൊക്കെയാണ് പോകുന്നത്. ചുറ്റും വേറെ ബോട്ടുകളൊന്നും തന്നെ കാണാനില്ല, ഞങ്ങളും കടലും മാത്രം. കുറച്ചങ്ങ് മാറി ഒരു ഐലൻഡൊക്കെ കാണാം. ഇപ്പോൾ ഒരു ചെറിയ വെള്ളം കുറച്ച് അപ്പുറമുണ്ട്. ഫിഷിംഗ് ആണെന്നാണ് തോന്നുന്നത് പരിപാടി. എന്താണെന്ന് ശരിക്കും മനസ്സിലാവുന്നില്ല. ഒരുപാട് പേര് ഞങ്ങളുടെ കൂടെ ഇതുപോലെ ബോട്ടിന്റെ പുറകിൽ വന്നിപ്പാണ്. പിയർ എത്താറായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കടൽ കുറെ കൂടെ ശാന്തമാണിപ്പോൾ. ഇതാണ് ക്രാബിയിലെ പ്രധാന ഫെറി ടെർമിനലായ ക്ലോങ് ജിലാത് പിയർ. ടൗൺ സെന്ററിൽ നിന്ന് വെറും 4 കിലോമീറ്റർ മാത്രമാണ് ഇങ്ങോട്ടേക്കുള്ള ദൂരം. ഫിഫിയിലെ പോലെയല്ല, മഴയൊക്കെ പെയ്ത് കളറൊക്കെ പോയി കലങ്ങി കിടക്കുവാണ് ഇവിടുത്തെ വെള്ളം. അങ്ങനെ ഞങ്ങൾ മെല്ലെ പുറത്തേക്ക് നടന്നു തുടങ്ങി. അത്യാവശ്യം വലിയ വെയിറ്റിംഗ് ഏരിയയ്ക്കുള്ള പിയറാണ് ക്ലോങ് ജിലാത്. ബോട്ടിൽ നിന്ന് ഹോട്ടലിലേക്കുള്ള ട്രാൻസ്പോർട്ടേഷൻ ടിക്കറ്റ് എടുത്തതുകൊണ്ട് തന്നെ ഞങ്ങളെ ബസ്സിലേക്ക് കൊണ്ടുപോകാൻ വന്നതാണ് ഈ തൊപ്പി വെച്ച ആള്. ഈ ഇടതുവശത്ത് കാണുന്നതാണ് ഞങ്ങളെ കൊണ്ടുപോകാൻ വന്നിരിക്കുന്ന ബസ്. ഞങ്ങളുടെ ഹോട്ടല് ഇവിടുന്ന് ഒരു 19 കിലോമീറ്റർ ദൂരെയാണ്. അരമണിക്കൂറുള്ള യാത്ര. കുറച്ചു നേരം ലൈനിൽ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഹോട്ടലിന്റെ പേര് വിളിച്ചു. ഇതുപോലെ പോകുന്ന വഴിയിൽ ഇറങ്ങേണ്ട ഓർഡർ അനുസരിച്ചാണ് ഇവർ ആളുകളെ ഉള്ളിലേക്ക് കയറ്റുന്നത്. ഈ കാണുന്നത് പോലെ നല്ല വലിയ പാർക്കിംഗ് ഏരിയ ഒക്കെയാണ് ക്ലോങ് ജിലാത് പിയറിന് മുന്നിൽ. അങ്ങനെ എല്ലാവരും ഉള്ളിൽ കയറി കഴിഞ്ഞിട്ട് ബസ് നീങ്ങി തുടങ്ങി. നമ്മൾ വന്ന വഴി മഴയില്ലായിരുന്നെങ്കിലും ക്രാബിയിൽ രാവിലെ തന്നെ മഴ പെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. ബസ്സിന്റെ ഗ്ലാസ്സിലൊക്കെ ഇതുപോലെ നിറയെ മഴത്തുള്ളികളാണ്. നമ്മുടെ ഹോട്ടല് ക്രാബിയിലെ ആവോനാങ് എന്ന് പറയുന്ന കോസ്റ്റൽ ടൗണിലാണ്. ക്രാബി ടൗൺ സെന്ററിൽ നിന്ന് 17 കിലോമീറ്റർ ദൂരെയാണ് ആവോനാങ്. ടൗൺ സെന്ററിൽ കൂടുതലും റെസിഡൻഷ്യൽ ബിൽഡിംഗ്സ് ഒക്കെയാണ്. ആവോനാങ് ബീച്ചിനോട് അടുത്ത് കിടക്കുന്നത് കൊണ്ട് തന്നെ റിസോർട്ടുകളും മറ്റ് ടൂറിസ്റ്റ് അട്രാക്ഷൻസും ഒക്കെ ഉള്ളത് ആവോനാങ്ങിലാണ്. അങ്ങനെ ഞങ്ങൾ റിസോർട്ട് ടൗൺ ആയ ആവോനാങ് ലക്ഷ്യമാക്കി നീങ്ങിക്കൊണ്ടിരുന്നു. ഞങ്ങളുടെ കൂടെ ഉള്ളവരൊക്കെ തന്നെ ആവോനാങ്ങിൽ അടുത്തടുത്തുള്ള ഹോട്ടലുകൾ ബുക്ക് ചെയ്തവരാണ്. പോകുന്ന വഴിയിൽ ചിലയിടങ്ങളിൽ ഇതുപോലെ നാട്ടിലൊക്കെ കാണുന്ന പോലത്തെ പനകൾ കാണാം. കുറെ ഇടങ്ങളിലെ ഭൂപ്രകൃതി നമ്മുടെ നാട്ടിലെയൊക്കെ പോലെ തന്നെയാണ്. ക്രാബി ടൗണിന്റെ ഔട്ട്സ്കേർട്സ് ആണ് നമ്മൾ ഈ കാണുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഗ്രാമങ്ങളിലൊക്കെ കാണുന്ന പോലെ വളരെ ദൂരെ മാറിയാണ് ഓരോ കെട്ടിടങ്ങളൊക്കെ. ആവോ നാം മാവോ എന്ന് പറയുന്ന കോസ്റ്റൽ വില്ലേജിലൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. വില്ലേജ് സെന്ററിൽ ഇതുപോലെ കുറച്ച് ടൂറിസ്റ്റ് ഇൻഫ്രാസ്ട്രക്ചർ ഒക്കെ നമുക്ക് കാണാം. ക്ലോങ് ജിലാത് പിയറിലേക്ക് പോകുന്ന ടൂറിസ്റ്റുകളെല്ലാം തന്നെ ഈ വില്ലേജ് കടന്നാണ് പോകേണ്ടത്. ഇതുപോലെ ചെറിയ ചെറിയ ഹോട്ടൽ ബിൽഡിങ്ങുകളും കടകളും ഒക്കെ കാണാൻ വഴിയിൽ. ഇവിടുത്തെ ഒരു റബ്ബർ തോട്ടമാണ്. അങ്ങ് മാറി ഒരു റബ്ബർ പുരയൊക്കെ കാണാം നമുക്ക്. നമ്മളിപ്പോൾ ആവോനാങ് ടൗണിന്റെ ഔട്ട്സ്കേർട്സിലാണ്. ക്രാബി ടൗൺ സെന്ററിലേക്ക് കയറാതെയാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത്. ഈ കാണുന്നതാണ് ആവോനാങ്ങിലെ മുവായ് തായ് സ്റ്റേഡിയം. മുവായ് തായ് തായ്ലൻഡിന്റെ നാഷണൽ സ്പോർട്ടാണ്. ട്രഡീഷണൽ ബോക്സിങ്ങിൽ നിന്നൊക്കെ ഒരുപാട് റൂൾസ് വ്യത്യാസമുള്ള ഒരുതരം മാർഷൽ ആർട്ടാണ് മുവായ് തായ്. ഫൈറ്റിംഗ് സീസണിൽ എല്ലാ തിങ്കൾ, ബുധൻ, വെള്ളി ദിവസങ്ങളിൽ ഈ സ്റ്റേഡിയത്തിൽ ഫൈറ്റ്സ് നടക്കാറുണ്ട്. അങ്ങനെ ഞങ്ങൾ ആവോനാങ്ങിലെ ടൂറിസ്റ്റ് സെന്റർ എത്തി.
നമ്മൾ ഫുക്കറ്റിലെ പത്തോങ്ങിൽ കണ്ടതുപോലെ തന്നെ ഒട്ടും തന്നെ സ്ഥലം വിടാതെ അടുത്തടുത്ത് നിറയെ കെട്ടിടങ്ങളാണ് ഇവിടെ. നല്ലൊരു മഴ പെയ്ത് മാറിയിട്ടേ ഉള്ളൂ. ആവോന മൊത്തത്തിലൊന്ന് കുളിച്ച് നിൽക്കുകയാണിപ്പോൾ. വഴിയരികിൽ നിറയെ റെസ്റ്റോറൻറ്റുകളും സ്പാകളും റിസോർട്ടുകളും ഒക്കെയാണ്. നേരത്തെ പറഞ്ഞ പോലെ ക്രാബിയിലെ ഒരു പ്രോപ്പർ കോസ്റ്റൽ റിസോർട്ട് ടൗൺ ആണ് ആവോന. നല്ല പ്രോപ്പറായിട്ടുള്ള വാക്ക് വേയുടെ സൈഡിൽ ഇതുപോലെ ഈക്വൽ സ്പേസിങ്ങിൽ പാം അല്ലെങ്കിൽ പനമരങ്ങൾ നട്ട് വളർന്ന് നിൽക്കുന്നത് നമുക്ക് കാണാം. മൊത്തത്തിൽ ആവോനാങ്ങിന് ഒരു ട്രോപ്പിക്കൽ ടൗൺ ലുക്ക് കൊടുക്കുന്നത് ഈ മരങ്ങളാണ്. ബസ് ഞങ്ങളെ ഞങ്ങളുടെ ഹോട്ടലായ ടിപ്പ റിസോർട്ടിൽ ഇറക്കി പോകുമ്പോൾ മഴ നല്ല ശക്തമായിട്ടുണ്ട്. ഞങ്ങൾ വിചാരിച്ചതിനേക്കാളൊക്കെ വളരെ പോഷായ റിസോർട്ടാണ് ടിപ്പ. ക്രാബിയിൽ ഇങ്ങനത്തെ ഒരുപാട് റിസോർട്ടുകളുണ്ട്. എപ്പോഴും ഉള്ളതുപോലെ തന്നെ റിസപ്ഷനിൽ ചെന്ന് ഞങ്ങൾ ബുക്കിംഗ് ഡീറ്റെയിൽസും പാസ്പോർട്ടും ഒക്കെ കാണിച്ചു. മഴ കുറയാൻ വേണ്ടി ലോബിയിൽ അങ്ങനെ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് നിന്നിട്ടാണ് ഞങ്ങൾ റൂമിലേക്ക് പോയത്. അങ്ങനെ റൂമുകളിലെത്തി ഒന്ന് ഫ്രഷ് ആയ ഉടനെ തന്നെ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. മഴ മൊത്തത്തിൽ മാറിയിട്ടുണ്ട് ഇപ്പോൾ. നമ്മൾ നേരത്തെ കണ്ട ഹോട്ടൽ ലോബിയിൽ നിന്ന് കുറച്ചധികം മാറിയിട്ട് ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്നതാണ് നമ്മുടെ റൂംസ്. ഇതുപോലെ വലിയൊരു ഏരിയയിൽ ഒരുപാട് കെട്ടിടങ്ങളായിട്ട് നിരവധി റൂമുകളുണ്ട് ടിപ്പയിൽ. ഞങ്ങൾ റൂമുകളിലേക്ക് കൊണ്ടുവന്നത് ഇതുപോലത്തെ ഒരു ബഗ്ഗിയിലാണ്. നല്ല മഴയായിരുന്നുകൊണ്ട് റൂമിലേക്ക് വന്ന വിഷ്വൽസ് ഒന്നും എടുക്കാൻ സാധിച്ചിട്ടില്ല. സൈഡുകളിലായിട്ട് മരങ്ങളൊക്കെ നട്ടുപിടിപ്പിച്ചിരിക്കുന്ന ഈ വഴിയിലൂടെ കുറച്ച് നടന്നു വേണം നമുക്ക് റിസോർട്ടിന്റെ മുൻപിലെത്താൻ. നടന്നു പോകാൻ വേറെ ഷോർട്ട് കട്ടൊക്കെ ഉണ്ട്. പക്ഷെ ഇവിടെ വരെ വന്ന സ്ഥിതിക്ക് ഇതുവഴി ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് പോകാമെന്ന് വിചാരിച്ചു ഞങ്ങൾ. ഈ വലതുവശത്ത് കാണുന്നത് വേറെയും ഒരുപാട് റൂംസ് ഒക്കെ അടങ്ങുന്ന ഒരു ബിൽഡിംഗ് ആണ്. ഇതാണ് നമ്മുടെ ക്രാബി ടിപ്പ റിസോർട്ട്. മഴ പെയ്തുകൊണ്ടിരുന്നത് കൊണ്ട് നേരത്തെ ഇവിടെ നിന്ന് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലായിരുന്നു. നമ്മുടെ ഫീഫി ഐലൻഡിലെ കുഞ്ഞു ഹോസ്റ്റൽ പോലെ ഉണ്ടായിരുന്ന സ്റ്റേയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് ഒരു വലിയ അപ്ഗ്രേഡ് തന്നെയായിരുന്നു. റിസോർട്ടിൽ നിന്ന് നടന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ തന്നെ റോഡിന്റെ അപ്പുറം ഒരു 7-Eleven കാണാം നമുക്ക്. വൈകുന്നേരം ഒരു 5 മണി സമയമായിട്ടുണ്ട് ഇപ്പോൾ. മഴയൊന്ന് മാറി നിൽക്കുന്നത് കാരണം ആളുകൾ ഒരുപാട് കൂടുതലായിട്ടുണ്ട് റോഡിൽ. പൊതുവെ ട്രോപ്പിക്കൽ ക്ലൈമറ്റുള്ള തായ്ലൻഡിലേക്ക് ചൂടുള്ളപ്പോൾ ഇടാനുള്ള ടൈപ്പ് ഡ്രസ്സൊക്കെ എടുത്താണ് ഞങ്ങൾ എത്തിയത്. ഇവിടെയാണ് ഇപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മഴ പെയ്തിട്ട് നല്ല തണുപ്പാണ് എപ്പോഴും. നമ്മൾ 7-Elevenലൊക്കെ ഒന്ന് കയറി നടക്കുന്ന വഴിയിൽ കണ്ടൊരു ടൂർ ഓപ്പറേറ്ററിന്റെ അടുത്തുനിന്ന് നാളത്തേക്കുള്ള 7 ഐലൻഡ് ടൂർ ബുക്ക് ചെയ്യുകയാണിപ്പോൾ. 800 ബാട്ടാണ് ഒരാൾക്കുള്ള റേറ്റ് പറഞ്ഞിരിക്കുന്നത്. ഈ 7 ഐലൻഡ് ടൂറിന് പുറമെ ഫീഫി പോലെയുള്ള ഐലൻഡുകളിലേക്കും ക്രാബിൽ നിന്ന് ടൂറുണ്ട്. എല്ലാ ഡീറ്റെയിൽസും നമുക്ക് പുള്ളിക്കാരി പറഞ്ഞു തരികയാണ്. നാളെ ഉച്ചയ്ക്ക് ഒരു 12 മണിയൊക്കെ ആകുമ്പോൾ ഹോട്ടലിന്റെ മുന്നിൽ ഞങ്ങളെ ടൂറിനായിട്ട് പിയറിലേക്ക് കൊണ്ടുപോകാൻ മിനി വാൻ വരുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ നാളത്തെ പരിപാടിയൊക്കെ റെഡിയാക്കി ഞങ്ങൾ ക്രാബി സ്ട്രീറ്റ്സ് ഒക്കെ ഒന്ന് കാണാൻ നടന്നു തുടങ്ങി. ഇതുപോലെ നീറ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്തിരിക്കുന്ന സൈഡ് വാക്കിന്റെ അരികിലായിട്ട് നിറയെ കടകളാണ്. മഴ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് പെയ്യുന്നുണ്ട്. ആ ടൈമിലൊക്കെ ഓടി ഏതെങ്കിലും കടയിൽ കയറി ഞങ്ങൾ. എന്നിട്ട് മഴ മാറിയിട്ട് പുറത്തിറങ്ങും. പെട്ടെന്ന് തന്നെ നിൽക്കാറുണ്ട് ഇവിടുത്തെ മഴ. ചില റെസ്റ്റോറൻറ്റുകളുടെയൊക്കെ വാതിക്ക് ഇതുപോലെ ടൂറിസ്റ്റുകളെ ആകർഷിക്കാൻ ഓരോ ഓഫർ ബോർഡൊക്കെ കാണാം. നമ്മൾ ഫീഫിയിലൊക്കെ കണ്ടതുപോലെ ബാഗുകളും ചെരുപ്പുകളും പലതരം ക്ലോത്ത്സും ഒക്കെ ഉള്ള ഒരു ഷോപ്പാണിത്. ഇതുപോലെ തന്നെ കുറേ അധികം ഉണ്ട് റോഡ് സൈഡിലൊക്കെ ആയിട്ട്. അങ്ങനെ കുറച്ച് നേരം കൂടെ സ്ട്രീറ്റ്സിലൊക്കെ കറങ്ങിയിട്ട് ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങി. അടുത്ത ദിവസം ഉച്ചയ്ക്ക് 12 ആയപ്പോൾ തന്നെ ഞങ്ങൾ ഐലൻഡ് ടൂറിന് പോകാനായി റെഡിയായി ഇറങ്ങി. ഡ്രസ്സ് മുഴുവനായി നനയുമെന്നുള്ളതുകൊണ്ട് നൈലോൺ മെറ്റീരിയലൊക്കെ ഇട്ടാണ് ഞങ്ങൾ എല്ലാവരും ഇറങ്ങിയത്. പോകുന്നതിന് മുമ്പ് ഉച്ചക്കത്തെ ഭക്ഷണമൊക്കെ കഴിച്ചു. നമ്മൾ പോകാൻ പോകുന്ന ടൂറിൽ തന്നെ ഡിന്നർ ഇൻക്ലൂഡഡ് ആണ്. ഈവനിങ് ഒരു 8 മണിയൊക്കെ കഴിയുമ്പോൾ നമ്മളെ തിരിച്ച് ഹോട്ടലിൽ എത്തിക്കുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്ന വണ്ടി കുറച്ചധികം നേരം ഞങ്ങൾക്കായിട്ട് ലോബിയിൽ വെയിറ്റ് ചെയ്തത് കാരണം ഞങ്ങൾ വന്ന ഉടനെ തന്നെ വണ്ടിയിൽ കയറി പിയറിലേക്കുള്ള യാത്ര ആരംഭിച്ചു. ഇതുപോലെയുള്ള ഒരു ഓപ്പൺ ബാക്ക് ആയിട്ടുള്ള ഒരു വണ്ടിയിലാണ് യാത്ര. ഞങ്ങളെപ്പോലെ തന്നെ ടൂറിന് വരുന്ന വേറെയും ആളുകളുണ്ട് കൂടെ. ഇന്ന് മഴയൊക്കെ മാറി കുറച്ചുകൂടെ തെളിഞ്ഞ ആകാശമൊക്കെയാണ് കാണുന്നത്. എന്നാലും പറയത്തക്ക വെയിലൊന്നുമില്ല. ആവോന മാവോ എന്ന പിയറിലേക്കാണ് നമ്മൾ പോകുന്നത്. നമ്മുടെ ഹോട്ടലിൽ നിന്ന് 6 കിലോമീറ്റർ ഉള്ളു അങ്ങോട്ടേക്ക്. പിയറിലെത്തി ഡീറ്റെയിൽസ് ഒക്കെ ഫില്ല് ചെയ്ത് കൊടുത്തു കഴിയുമ്പോൾ കയ്യിലൊരു ബാൻഡൊക്കെ കെട്ടിത്തരും നമുക്ക്. അതിൻ്റെ കൂടെ വെള്ളത്തിലിറങ്ങുമ്പോൾ വെക്കാനായിട്ട് ഇതുപോലെ ഒരു സ്നോർക്കലിംഗ് മാസ്കും എല്ലാവർക്കും കിട്ടും. കുറച്ചു നേരം അവിടെ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഗൈഡ് എത്തി എല്ലാവരോടും കൂടെ വരാൻ പറഞ്ഞു. ആ മുമ്പിൽ പോകുന്ന ബാഗൊക്കെ ഇട്ട പുള്ളിയാണ് നമ്മളെ ഗൈഡ്. പിയർ മൊത്തത്തിൽ നല്ല ശാന്തമാണ്. ദൂരെ ചെറിയ മഴക്കാറൊക്കെ കാണാം. ഇപ്പോൾ ഞങ്ങളുടെ ഗൈഡ് ഗ്രൂപ്പിനെ മൊത്തമായിട്ട് നിർത്തി ഐലൻഡ് ടൂറിന്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരുവാണ് ഇപ്പോൾ. AI, you know AI? Yeah. TikTok, Facebook, AI. Name, na name. This name me, na you can talking. That's I or I. It's okay, up to you. You talking me, okay? And then you remember this name. They say in Island. The first Riley Beach, Pranang Cave, or the Island, Changming Island, Chicken Island, this Stop Island.
And then this top island all together eating dinner BBQ. Thai foods buffet. How many people vegetarian? Not Everything. Everything. No. Vegetarian. Okay, one person and you remember vegetarian and then everything. Monkey, crocodile, white shark. Sure. പുള്ളി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കോമഡിയൊക്കെ അടിച്ചാണ് കാര്യങ്ങൾ പറഞ്ഞിരുന്നത്. നമ്മൾ ആദ്യം പോകാൻ പോകുന്നത് റൈലി പെനിൻസുലയുടെ ഭാഗമായ ഫ്രാനാങ് കേവ് ബീച്ചിലേക്കാണ്. പിന്നെ അവിടുന്ന് പോഡ ഐലൻഡ്, ടാമിങ് ഐലൻഡ്, ചിക്കൻ ഐലൻഡ് ഒക്കെ കണ്ട് പിന്നെ ടബ് ഐലൻഡിൽ നിന്നാണ് നമുക്ക് ഡിന്നർ തരാൻ പോകുന്നത്. ഏറ്റവും അവസാനം ബയോലൂമിനൻസ് കാണാൻ വേണ്ടി നൈറ്റ് സ്നോർക്കലിംഗ് ഒക്കെ ഉണ്ടാവുമെന്നാണ് പുള്ളി പറയുന്നത്. പക്ഷെ ഇപ്പോൾ കുറച്ച് മഴക്കാരൊക്കെ ഉള്ളത് കാരണം സ്നോർക്കലിങ്ങിന്റെ കാര്യം ഡൗട്ട് ഉണ്ടെന്നും പുള്ളി പറയുന്നുണ്ട്. Nice snorkeling. You know nice snorkeling? Nice. What you see? Plankton. 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 Plankton na? You think the plankton na? And then I talking, you remember alien, Thailand. Alien. You know alien? Yeah. Okay. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഞങ്ങളെ ബോട്ടിലേക്ക് കൊണ്ടുപോകാൻ പുള്ളി. ഈ ലെഫ്റ്റ് സൈഡിൽ കാണുന്ന ലോങ് ടൈൽ ബോട്ടിലാണ് നമ്മൾ പോകുന്നത്. അങ്ങനെ ഞങ്ങൾ എല്ലാവരും ബോട്ടിൽ കയറി രണ്ട് സൈഡിലുമായിട്ടുള്ള ബെഞ്ചിൽ ഇതുപോലെ ഐലൻഡ് ടൂർ സ്റ്റാർട്ട് ചെയ്യാൻ റെഡി ആയിട്ടിരുന്നു. ബോട്ട് മെല്ലെ പിയർ വിട്ട് നീങ്ങി തുടങ്ങി. നമ്മൾ പോകുന്ന ലോങ് ടൈൽ ബോട്ടുകളുടെ കൂടെ തന്നെ ചെറിയ ക്രൂയിസ് ബോട്ട് പോലത്തെ സ്പീഡ് ബോട്ടുകളും പിയറിനോട് ചേർന്ന് കിടക്കുന്നത് കാണാം നമുക്ക്. അങ്ങനത്തെ ബോട്ടുകളിലുള്ള ഐലൻഡ് ടൂറിന് കുറച്ചുകൂടെ റേറ്റ് കൂടുതലാണ്. നമ്മുടെ ബോട്ടിന്റെ ഹെൽപ്പർ ആണ് ഇരിക്കുന്നത്. കൂളിംഗ് ഗ്ലാസ് ഒക്കെ വെച്ച് അവിടെ ഇരുന്ന് ചില്ലിംഗ് ആണ് പുള്ളി. Now we stop first Riley. It's from here Riley East. You go up to the pier and then you walking this over there. And then over there we go to the left side. Now you see we go to the left side and then we go to the Pranang Cave. Pranang Cave. You walking and then looking and the picture. You will live here. Looking 40 minutes 40 finish 40 all together. We come back the same here to the pier. We get up the same again from the boat. Just go to the Pranang Cave, cannot walk around. റൈലിയിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. പിയറിൽ നിന്നിട്ട് നടന്ന് ഫ്രാനാങ് കേവ് ഒക്കെ വഴി കേവ് ബീച്ച് കണ്ട് തിരിച്ച് 40 മിനിറ്റിനുള്ളിൽ എത്താനാണ് പുള്ളി പറയുന്നത്. കേവ് ബീച്ചിനപ്പുറത്ത് ഒരു ലഗൂണൊക്കെ ഉണ്ട് അത്രേ. പക്ഷെ കുറച്ച് ദൂരം ഉള്ളത് കാരണം അങ്ങോട്ടേക്ക് ആരും പോകരുത്, എല്ലാവരും കറക്റ്റ് ടൈമിൽ തിരിച്ചെത്തണമെന്നാണ് പിന്നെയും പുള്ളി നമ്മളോട് പറഞ്ഞു വിടുന്നത്. അങ്ങനെ പിയറിൽ ഇറങ്ങി ഞങ്ങൾ നടന്നു തുടങ്ങി. ഈ വഴികളിലൂടെ നടന്നു വേണം നമുക്ക് ഫ്രാനാങ് ബീച്ച് എത്താൻ. നല്ല മഴക്കാറെന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞപ്പോഴേക്കും പെട്ടെന്നാണ് മഴ പെയ്തു തുടങ്ങി. മഴയെന്ന് വെച്ചാൽ ഒന്നും കാണാൻ സാധിക്കാത്ത പോലത്തെ മഴ, കൂടെ നല്ല കാറ്റും. റെയിൻകോട്ടൊന്നും ഇല്ലാത്തതുകൊണ്ട് സൈഡിലൊരു കടയിൽ കയറി മഴ മാറുന്നവരെ വെയിറ്റ് ചെയ്ത് നിൽക്കേണ്ടി വന്നു. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഇവിടെ മഴയൊക്കെ പെട്ടെന്നാണ് വന്നു പോകുന്നത്. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ മഴയൊക്കെ മാറി. ഞങ്ങളങ്ങനെ പിന്നെയും നടന്നു തുടങ്ങി. ഈ കാണുന്നതാണ് ഫ്രാനാങ് കേവ്സ്. ബീച്ചിലെത്താൻ നമുക്ക് ഈ കേവുകളുടെ സൈഡിലൂടെ നടന്നു വേണം പോകാൻ. ലൈം സ്റ്റോൺ അല്ലെങ്കിൽ കുമ്മായത്തിന്റെ കല്ലുകളാണ് ഈ കാണുന്നത്. നാച്ചുറലായിട്ട് ഫോം ചെയ്യുന്നതാണിവ. ഈ വലതുവശത്ത് കാണുന്നത് വാഷ്റൂംസ് ഒക്കെ അടങ്ങുന്ന ഒരു ബിൽഡിംഗ് ആണ്. അതിൻ്റെയൊക്കെ സൈഡിൽ കൂടെ നടന്ന് നമ്മൾ ചെല്ലുന്നത് ഒരുപാട് ഭംഗിയുള്ള ഈ ബീച്ചിലേക്കാണ്. ഇതാണ് ഫ്രാനാങ് കേവ് ബീച്ച്. നേരത്തെ പറഞ്ഞ പോലെ റൈലി പെനിൻസുലയുടെ ഭാഗമാണ് ഫ്രാനാങ് ബീച്ച്. മെയിൻലാൻഡിന്റെ ഭാഗമാണ് ഈ റൈലി പെനിൻസുല എങ്കിലും നമ്മൾ നേരത്തെ കണ്ട പോലത്തെ ലൈം സ്റ്റോൺസിന്റെ വലിയ മലനിരകൾ ഉള്ളത് കാരണം ഇങ്ങോട്ടേക്കൊന്നും കരമാർഗം നമുക്ക് എത്താൻ പറ്റില്ല. നമ്മൾ വന്നതുപോലെ ബോട്ടിൽ വേണം വരാൻ. ഇവിടെ ഇങ്ങനൊരു ഭൂപ്രകൃതി വരാനുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ 300-400 മില്യൺ വർഷങ്ങൾക്ക് മുമ്പ് ഈ ഏരിയ എല്ലാം തന്നെ കടലിനടിയിലായിരുന്നു. കടലിനടിയിൽ സീബെഡിലായിട്ട് ഒരുപാട് കാൽഷ്യം കാർബണേറ്റ് ഡെപ്പോസിറ്റ്സ് വന്ന് അടിഞ്ഞുകൂടും. പിന്നീട് വർഷങ്ങളൊക്കെ കഴിഞ്ഞ് ഭൂമിയുടെ ക്രസ്റ്റിലുണ്ടായ മൂവ്മെന്റ്സ് ഒക്കെ കാരണം ഈ ലൈം സ്റ്റോണുകളൊക്കെ സീ ലെവലിന് മുകളിലേക്ക് ബാക്കി ഈ കാണുന്ന കരയുടെ കൂടെ എത്തി. പിന്നീട് പെയ്യുന്ന മഴയിലെ ചെറിയ അസിഡിക് കണ്ടന്റ് ഒക്കെ കാരണം ഈ ലൈം സ്റ്റോണുകളൊക്കെ ഡിസോൾവ് ആയി നമ്മൾ കണ്ടതുപോലത്തെ കേവുകളൊക്കെ രൂപപ്പെട്ടതാണ്. നമ്മൾ മൂവീസിലൊക്കെ കാണുന്ന ലൊക്കേഷൻസ് പോലെയാണ് മൊത്തത്തിൽ ഇവിടെ ഒക്കെ. ആക്ച്വലി കുറേ മൂവീസിൻ്റെ ശരിക്കുള്ള ലൊക്കേഷനാണ് ക്രാബി ഐലൻഡ്സ് ഒക്കെ. ബീച്ച് നല്ല ഭംഗിയായതുകൊണ്ട് കുറച്ചധികം നേരം ഞങ്ങൾ അവിടെ നിന്ന് സമയം പോയി അറിഞ്ഞില്ല.
ബോട്ടിലേക്ക് വേഗം തിരികെ പോവാണിപ്പോൾ. ബോട്ടിൽ ഞങ്ങളുടെ കൂടെയുള്ള ആളുകൾ കുറേ പേര് ഓൾറെഡി തിരിച്ചെത്തിയിട്ടുണ്ട്. മഴ പെയ്ത് തോർന്നിട്ട് നല്ല പീസ്ഫുൾ ആണ് പിയറിന്റെ ചുറ്റുപാടൊക്കെ. ഇത് ഞങ്ങൾക്ക് തരാനുള്ള പൈനാപ്പിൾ ആണ്. ബോട്ട് ആടി കളഞ്ഞൊക്കെയാണ് പോകുന്നതെങ്കിലും പുള്ളി നല്ല കൂളായിട്ടിരുന്ന ഷേപ്പിലൊക്കെയാണ് അരിഞ്ഞുവിടുന്നത്. നമ്മളിനി അടുത്ത് പോകുന്നത് പോഡ ഐലൻഡിലേക്കാണ്. മാപ്പിൽ ഈ ടോപ്പിൽ കാണുന്നതാണ് ഫ്രാനാങ് ബീച്ച്. അവിടുന്ന് താഴേക്ക് വന്ന് ഈ കാണുന്ന പോഡ ഐലൻഡിലാണ് നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത്. Not clear. Okay. And then you snorkeling inside the area. Don't see anything fish. Don't see anything fish. Not see anything the color coral. You looking water not clear. If you got web the windy and the raining. For me I'm sorry not today. മഴ ആയതുകൊണ്ട് വെള്ളം കലങ്ങി കിടക്കുകയാണ്. ഇവിടെ സ്നോർക്കലിംഗ് ചെയ്താലൊന്നും കാണാൻ പറ്റില്ല എന്നാണ് പുള്ളി പറയുന്നത്. സ്നോർക്കലിങ്ങിന് വേറെ സ്ഥലത്ത് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നുണ്ട്. 50 മിനിറ്റ് കഴിഞ്ഞ് തിരിച്ചു വരണമെന്നാണ് ഞങ്ങളോട് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. കടലിലേക്ക് ഒരുപാട് ഇറങ്ങിപ്പോയാൽ താഴെയുള്ള റോക്സിൽ ചവിട്ടാതെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണമെന്നാണ് പുള്ളി പറയുന്നത്. ഇല്ലെങ്കിൽ സീ അർച്ചിൻ്റെ കടി കിട്ടും അത്ര. ഇതാണ് പോഡ ഐലൻഡ്. വെറും 1 കിലോമീറ്റർ മാത്രം ഡയമീറ്റർ ഉള്ള ഒരു ചെറിയ ഐലൻഡാണ് പോഡ. ഐലൻഡിന്റെ നടുക്കായിട്ട് ഇതുപോലെ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിച്ച് നല്ല ഭംഗിയുള്ള ഒരു ഷെയ്ഡഡ് ഏരിയ ആണ്. കടലിലിറങ്ങാനായിട്ട് ഞങ്ങൾക്ക് ലൈഫ് ജാക്കറ്റ് ഒക്കെ തന്നു വിട്ടിട്ടുണ്ട്. പക്ഷെ ഗൈഡ് പറഞ്ഞതുപോലെ തന്നെ മീനുകളൊന്നും കാണാൻ പാകത്തിന് ക്ലിയർ അല്ലായിരുന്നു വെള്ളം. അതുകൊണ്ട് കരയുടെ അടുത്ത് നിന്ന് കുറച്ചൊക്കെ നോക്കിയതല്ലാതെ ഒരുപാട് ഇറങ്ങിയൊന്നും പോയില്ല ഞങ്ങൾ. ഐലൻഡിന്റെ അപ്പുറത്തെ സൈഡിലേക്ക് ചെന്നാൽ നമുക്ക് ഇതുപോലെ ഒരു കാഴ്ചയാണ് കാണാൻ സാധിക്കുന്നത്. തായ്ലൻഡ് ഐലൻഡ്സ് എന്ന് വെറുതെ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ നമുക്ക് കാണാൻ വരുന്ന ഫോട്ടോസിലോ ഒരെണ്ണം എന്തായാലും പോഡ ഐലൻഡിലെ ഈ ഒരു റോക്ക് വ്യൂ ആണ്. ഈ കാണുന്നതും ഒരു ലൈം സ്റ്റോണിന്റെ ഫോർമേഷൻ ആണ്. കടലിന്റെ നടുക്ക് ഇങ്ങനെ ഒരു കല്ല് ആരോ കൊണ്ട് കുത്തി വെച്ചിരിക്കുന്ന പോലെയാണ് നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. കുറേ നേരം വെള്ളത്തിലൊക്കെ ഇറങ്ങി ഫോട്ടോസും ഒക്കെ എടുത്ത് ഞങ്ങൾ തിരികെ ബോട്ടിലേക്ക് മടങ്ങി അടുത്ത ഐലൻഡ് കാണാൻ വേണ്ടിയിട്ട്. You go there. Same weather, photo, and the snorkeling inside the area. And then for me, recheck the water again. Good or not good? I'm talking later. See. ഇനി നമ്മളെ സ്നോർക്കലിങ്ങിനായിട്ട് ഒരു സ്പോട്ടിൽ കൊണ്ടുപോകാന്നാണ് പറയുന്നത്. ഈ കാണുന്നതാണ് എലിഫന്റ് ഐലൻഡ്. കോ ചാങ് എന്നാണ് തായിൽ പറയുന്നത്. ഒന്ന് സൂക്ഷിച്ചു നോക്കിയാൽ ഒരു ആന കിടക്കുന്നത് പോലെ തോന്നും മൊത്തത്തിൽ ഐലൻഡിന്റെ രൂപം. ഐലൻഡ് ടൂറിൽ ഇതുപോലെ ചില ഐലൻഡ്സ് നമ്മൾ കണ്ടുപോകത്തേ ഉള്ളൂ. നമ്മുടെ 7 ഐലൻഡ്സിലെ വേറെ ഒരു ഐലൻഡാണ് ഈ കാണുന്നത്. ഇതാണ് ചിക്കൻ ഐലൻഡ്, അല്ലെങ്കിൽ തായില് കോക്കായ്. ഒരു കോഴി തല പൊക്കി നിൽക്കുന്ന രൂപത്തിലാണ് ഐലൻഡിന്റെ ലെഫ്റ്റ് സൈഡ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. On your step, don't standing on the coral, don't standing on the stone. Because this standing, just the rock. We have the sea, ocean. Okay now, safety. Take care your leg. This sea ocean inside your leg. Go to doctor. That's not working. Not good. Okay now, believe. Don't standing. Don't walking on the stone. Okay. Only the swimming, looking many fish. നേരത്തെ പറഞ്ഞ പോലെ സ്നോർക്കലിങ്ങിനായിട്ടൊരു സ്പോട്ടിൽ നിർത്തിയിരിക്കുകയാണിപ്പോൾ. കാല് താഴെ കുത്തരുതെന്നാണ് ഇപ്പോൾ പറഞ്ഞത്. സീ അർച്ചിന്റെ ബൈറ്റ് കിട്ടിയാൽ ഹോസ്പിറ്റലിൽ പോകേണ്ടി വരും അത്രേ. ലൈഫ് ജാക്കറ്റ് ഒക്കെ തരുമെങ്കിലും ഒരു ഹൈറ്റിനപ്പുറം ഉണ്ടെങ്കിൽ താഴെ കാല് കുത്താതെ ഫ്ലോട്ട് ചെയ്ത് നിൽക്കണം. നീന്താൻ അറിയാത്തവരിവിടെ ഇറങ്ങുന്നത് ചെറിയ റിസ്ക്കുമാണെന്ന് പുള്ളി പറയുന്നുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ കുറച്ചുപേർ ഇവിടെ സ്നോർക്കലിങ്ങിനായിട്ട് ഇറങ്ങില്ല. കോക്ക് ഹോം എന്ന് പറയുന്ന ഐലൻഡാണ് അപ്പുറം കാണുന്നത്. ബോട്ടിന് ചുറ്റുവട്ടത്തിൽ നിന്ന് ദൂരെ പോകരുതെന്ന് എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. ബോട്ടിൽ നിന്ന് നോക്കിയാൽ ഇതുപോലെ വെള്ളത്തിലെ ടൈഗർ ഫിഷുകളൊക്കെ നമുക്ക് കാണാൻ പറ്റും. സ്നോർക്കലിങ്ങിന് ഇറങ്ങിയാൽ ഈ കാഴ്ചകളൊക്കെ കുറെ കൂടെ അടുത്ത് കാണാം നമുക്ക്. നോർമലി സ്നോർക്കലിംഗ് കുറച്ചുകൂടെ ബെറ്റർ എക്സ്പീരിയൻസ് ആയിരിക്കും ഈ 7 ഐലൻഡ് ടൂറിൽ. നേരത്തെ പറഞ്ഞ പോലെ മഴ ആയതുകൊണ്ട് ബാക്കി സ്പോട്ടുകളിൽ വെള്ളം കലങ്ങി കിടക്കുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ സ്നോർക്കലിംഗ് ഇറക്കിയത്. അങ്ങനെ ഇറങ്ങിപ്പോയ കുറച്ചുപേരൊക്കെ തിരികെ വന്നു തുടങ്ങി. നല്ല പീസ്ഫുൾ ആണ് ഇവിടെ ഇങ്ങനെ ഈവനിങ് സമയത്ത് കടൽക്കാറ്റൊക്കെ കൊണ്ട് നിൽക്കാൻ. അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോൾ ഒരു 4-5 പേരൊഴികെ എല്ലാവരും തിരിച്ച് ബോട്ടിൽ എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളവരോടൊക്കെ നമ്മുടെ ഗൈഡ് ബോട്ടിലേക്ക് കയറി വരാൻ വിളിച്ചു പറയുന്നുണ്ട്. അവർക്ക് വേണ്ടി ഇങ്ങനെ കാറ്റൊക്കെ കൊണ്ട് ആടി ഒളിഞ്ഞ് നിൽക്കുന്ന ബോട്ടിൽ വെയിറ്റിംഗ് ആണ് ഞങ്ങൾ. അങ്ങനെ ബോട്ടിൽ എല്ലാവരും തിരിച്ചെത്തിക്കഴിഞ്ഞ് ഗൈഡ് അടുത്ത പ്ലാൻ പറയുകയാണ്. ടബ് ഐലൻഡിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. നമ്മുടെ ടൂറിലെ ലാസ്റ്റ് ഐലൻഡ് ആയിരിക്കും എന്നാണ് പറഞ്ഞത്. അവിടെ സൺസെറ്റും കണ്ട് ഡിന്നർ കഴിക്കാനാണ് പ്ലാൻ. ഇതാണ് ടബ് ഐലൻഡ്. ലോ ടൈഡ് അല്ലെങ്കിൽ വേലിയിറക്കമൊക്കെ ഉള്ള സമയത്ത് ചിക്കൻ ഐലൻഡിലേക്ക് നമുക്ക് നടന്നു പോകാൻ സാധിക്കും ഇവിടുന്ന്. പക്ഷെ ഇപ്പോൾ വെള്ളം കയറി കിടക്കുന്നത് കാരണം അത് സാധിക്കില്ല.
സൺസെറ്റ് ആവുന്ന വരെ ഞങ്ങൾ ഇങ്ങനെ കാഴ്ചകളൊക്കെ കണ്ട് അവിടെ ബീച്ച് സൈഡിലായിരുന്നു. വളരെ പീസ്ഫുൾ ആയ ഒരു എക്സ്പീരിയൻസ് ആണ് ഐലൻഡിലെ സൺസെറ്റ്. സ്കൈ ഒക്കെ നേരത്തെ വെച്ച് നോക്കുമ്പോൾ ഇപ്പോൾ കുറേ കൂടെ ക്ലിയർ ആണ്. അങ്ങനെ ഒരു 6:30 ആയപ്പോൾ ഡിന്നറും കഴിഞ്ഞ് ഞങ്ങൾ തിരികെയുള്ള യാത്ര ആരംഭിച്ചു. ബയോലൂമിനസൻസ് കാണിക്കാൻ നോർമലി സ്നോർക്കലിങ്ങിന് വേറൊരു സ്പോട്ടിൽ ഇറക്കാറാണുള്ളത്. വെതർ അത്ര ശരിയല്ലാത്തത് കൊണ്ട് നമ്മളെ ഗൈഡ് ലൈവായിട്ട് കുറച്ച് വെള്ളം എടുത്ത് പ്ലാങ്ക്ടൺസ് കാണിച്ചു തരാൻ പോവാണിപ്പോൾ. വെള്ളമൊക്കെ എടുത്തു വന്ന് ഫുള്ള് ലൈറ്റ് ഓഫ് ചെയ്ത് ബോട്ടിന്റെ ഫ്ലോറിലേക്ക് വെള്ളം ഇടുമ്പോൾ ചെറിയ തിളക്കം കാണാൻ സാധിക്കും. ക്യാമറയിൽ കിട്ടാൻ മാത്രം വെളിച്ചമൊന്നുമില്ല, അതുകൊണ്ട് വീഡിയോയിൽ നിങ്ങളെ കാണിക്കാനും സാധിക്കില്ല. നമ്മളോട് പറഞ്ഞതുപോലെ തന്നെ ഒരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരികെ ക്രാബിയിലെത്തി. നമ്മളെ കൊണ്ടുപോയ പോലെ തന്നെ റിസോർട്ട് വരെ ഡ്രോപ്പ് ചെയ്യും. അന്ന് രാത്രി ഒന്നുകൂടെ ക്രാബി ടൗണിലൂടെയൊക്കെ കറങ്ങി ഞങ്ങൾ അന്നത്തെ കാഴ്ചകളൊക്കെ അവസാനിപ്പിച്ചു. മൊത്തത്തിൽ ഒരു കാമിങ് എക്സ്പീരിയൻസ് ആയിരുന്നു ക്രാബിയിലെ 7 ഐലൻഡ് ടൂർ. ഒരിക്കലും മിസ്സാക്കാൻ പാടില്ലാത്ത ഒന്ന്. നമ്മൾ നാളെ പോകാൻ പോകുന്നത് കോ ഫാങ്ങാൻ എന്ന് പറയുന്ന ഐലൻഡിലേക്കാണ്. അവിടുത്തെ മാസത്തിൽ ഒരിക്കലും നടക്കുന്ന ഫുൾ മൂൺ പാർട്ടി ഒരുപാട് ഫേമസ് ആയതുകൊണ്ട് തന്നെ ആ ഒരു ടൈം കണക്കാക്കിയാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ കോ ഫാങ്ങാനും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.